വചനം 18. വാക്കർത്ഥം. അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ആണെന്ന്, യസ്ജുദു ലഹു, അവന് സുജൂദ് ചെയ്യുന്നു എന്ന്, മംഫിസ് സമാവാത്തി, ആകാശങ്ങളിലുള്ളവർ, വമംഫിൽ അർളി, ഭൂമിയിലുള്ളവരും, വശംസു, സൂര്യനും, വൽ ഖമറു, ചന്ദ്രനും, വന്നുജൂമു, നക്ഷത്രങ്ങളും, വൽ ജിബാലു, പർവ്വതങ്ങളും, വശജറു, വൃക്ഷവും അഥവാ വൃക്ഷങ്ങളും, വദ്ദവാബു, ജീവജാലങ്ങളും, വകസീറുൻ, വളരെ ആളുകളും, പലരും, മിനന്നാസി, മനുഷ്യരിൽ നിന്ന്, വകസീറുൻ, വളരെ ആളുകൾ, ഹക്ക, സ്ഥിരപ്പെട്ടിരിക്കുന്നു, അവകാശപ്പെട്ടിരിക്കുന്നു, അലൈഹി, അവരിൽ, അവർക്ക്, അൽ അദാബു, ശിക്ഷ, വമൻ, ആരെങ്കിലും, യുഹിനില്ലാഹു, അല്ലാഹു അവനെ നിന്ദിക്കുന്നതായാൽ, അപമാനിക്കുന്നതായാൽ, ഫമാലഹു, എന്നാൽ അവനില്ല, മിം മുക്രിമിൻ, യാതൊരു മാനിക്കുന്നവനും ആദരിക്കുന്ന ഒരാളും, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഫ്അലു, അവൻ ചെയ്യും, പ്രവർത്തിക്കും, മായശാ, അവൻ ഉദ്ദേശിക്കുന്നത്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم ഇന്നല്ലാഹ യഫ്അലു മാ യശാ. നീ കണ്ടില്ലേ, നിശ്ചയമായും അല്ലാഹു ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജീവജാലങ്ങളും മനുഷ്യരിൽ നിന്ന് വളരെ ആളുകളും അവന് സുജൂദ്, സാഷ്ടാംഗ നമസ്കാരം ചെയ്തു വരുന്ന വസ്തുത, വളരെ ആളുകളാകട്ടെ അവരുടെ മേൽ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു ഏതൊരുവനെ നിന്ദിക്കുന്നുവോ അവനെ മാനിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല. നിശ്ചയമായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നതാകുന്നു. 18 വചനത്തിൻ്റെ വിശദീകരണം. ഓത്തിന്റെ സുജൂദ് അഥവാ സുജൂദ് തിലാവ ചെയ്യേണ്ടുന്ന ഒരു ആയത്താണിത്. ഓത്തിന്റെ സുജൂദിനെപ്പറ്റി സൂറത്തു മറിയം 58 വചനത്തിന്റെ വിവരണത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൽ 2 സ്ഥലത്ത് സുജൂദ് ചെയ്യേണ്ടതുള്ളതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. 2-ാമത്തെ സ്ഥലം 77 വചനത്തിലാകുന്നു. ജാതി വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കിടയിലും ഖിയാമത്ത് നാളിൽ അല്ലാഹു തീരുമാനം കൽപ്പിക്കുമെന്നും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നുണ്ടെന്നും മുൻ ആയത്തിൽ പറഞ്ഞുവല്ലോ. അതിന് ഒരു തെളിവാണ് ഇവിടെ കാണിക്കുന്നത്. ജീവി, നിർജീവി, വിശേഷബുദ്ധിയുള്ളത്, ഇല്ലാത്തത്, ചെറിയത്, വലിയത് എന്നീ വ്യത്യാസങ്ങളോ ജഡവസ്തു, ആത്മീയ വസ്തു, ഭൂലോക വസ്തു, ഉപരിലോക വസ്തു എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളോ കൂടാതെ സകല വസ്തുക്കളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നവയാണ്. ഓരോന്നും അതതിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അവന്റെ സർവ്വ നിയമത്തിനും ചട്ടത്തിനും തികച്ചും വിധേയമാണ്. അതിൽ നിന്ന് അല്പം പോലും പതറുവാൻ അവക്ക് സാധ്യമല്ല. എന്നിരിക്കെ ഖിയാമത്ത് നാളിൽ മനുഷ്യവർഗങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കുന്നതിൽ അവന് എന്താണ് പ്രയാസമുള്ളത്? ഒന്നുമില്ല. അല്ലാഹുവിൻ്റെ ഭരണവ്യവസ്ഥയും ഓരോ വസ്തുവിനും അവൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ള പ്രകൃതി നിയമവും അനുസരിക്കുക, അതിന് പൂർണ്ണവിധേയമായി നിലകൊള്ളുക എന്നീ അർത്ഥത്തിലുള്ള സുജൂദിന് അഥവാ തല കുനിക്കലിന് മേൽപ്പറഞ്ഞ എല്ലാ വസ്തുക്കളും വിധേയരാകുന്നു. യാതൊന്നും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല.
ഓരോന്നിൻ്റെയും സുജൂദ് എപ്രകാരം പ്രകടമാകുമെന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് കഴിവില്ല. അവയുടെ സ്രഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിനെ അതറിയുകയുള്ളൂ. സൂറത്തുൽ അംബിയ 79 വചനത്തിൻ്റെ വിവരണത്തിൽ മലക്കുകളുടെയും പറവകളുടെയും തസ്ബീഹിനെപ്പറ്റി പറഞ്ഞ സംഗതികൾ ഇവിടെയും സ്മരണീയമാകുന്നു. എന്നാൽ വിശേഷബുദ്ധിയുള്ളവരോട് അഥവാ മനുഷ്യരോട് വിശേഷിച്ചും മേൽപ്പറഞ്ഞ അനുസരണമാകുന്ന സുജൂദിന് പുറമെ കീഴ്വണക്കത്തിൻ്റെ അഥവാ ആരാധനയുടെ സുജൂദുകൂടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ അതിന് കടപ്പെട്ടവരുമാകുന്നു. ഈ സുജൂദിൻ്റെ നിർവഹണത്തിൽ മനുഷ്യന് താൽക്കാലിക സ്വാതന്ത്ര്യം അഥവാ അൽ ഇഖ്തിയാർ അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നിർവഹിക്കുവാനും നിർവഹിക്കാതിരിക്കുവാനും അവന് സാധിക്കുന്നു. ഈ കൽപ്പന അനുസരിച്ച് സുജൂദ് ചെയ്യുന്നവർ തന്നെ 2 തരക്കാരായി കാണാം. പ്രത്യക്ഷത്തിൽ അനുസരിക്കുന്നവരും യഥാർത്ഥത്തിൽ അനുസരിക്കുന്നവരും. അള്ളാഹുവിനു പുറമെ മറ്റു വല്ലതിനെയും അതിൽ ഏതെങ്കിലും വിധേന പങ്കുചേർക്കുന്നവർ പ്രത്യക്ഷത്തിൽ മാത്രം സുജൂദ് ചെയ്യുന്നവരും അല്ലാത്തവർ യഥാർത്ഥത്തിൽ സുജൂദ് ചെയ്യുന്നവരുമാകുന്നു. മനുഷ്യരിൽ വളരെ ആളുകളും വകസീറും മിനന്നാസ് എന്നു പറഞ്ഞതിൽ ഇവരെല്ലാം ഉൾപ്പെടുന്നു. തീരെ സുജൂദ് ചെയ്യാത്തവരും കാപട്യത്തോടും ഷിർക്കോടും കൂടി സുജൂദ് ചെയ്യുന്നവരും ശിക്ഷയ്ക്ക് വിധേയരാണ്. ഇവരെക്കുറിച്ചാണ് വകസീറുൻ ഹക്ക അലൈഹിൽ അദാബ്, വളരെ ആളുകളാകട്ടെ അവരിൽ ശിക്ഷ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞത്. എന്നാൽ പ്രകൃതി നിയമം അനുസരിക്കുക എന്ന അർത്ഥത്തിലുള്ള സുജൂദിൽ നിന്ന് ഇവരാകട്ടെ മറ്റാരെങ്കിലുമാകട്ടെ ഒഴിവാകുന്നില്ല. വകസീറുൻ ഹക്ക അലൈഹിൽ അദാബ് എന്ന വാക്യം ഒരു സ്വതന്ത്ര വാക്യമായിട്ടാണല്ലോ നാം വായിച്ചത്. അത് മുൻപറഞ്ഞ വാക്യത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ടും അഥവാ അത്ഫ് സഹിതവും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശിക്ഷ സ്ഥിരപ്പെട്ടിരിക്കുന്ന വളരെ ആളുകളും സുജൂദ് ചെയ്യുന്നു എന്ന് അർത്ഥമായിരിക്കാം. ഇതനുസരിച്ച് സാക്ഷാൽ ആരാധനയുടെ സുജൂദ് ചെയ്യാൻ കൂട്ടാക്കാത്തവരായിരിക്കും അതുകൊണ്ടുദ്ദേശ്യം. അതിൻ്റെ പേരിലാണവർ ശിക്ഷക്കർഹരായിരിക്കുന്നതും. എന്നല്ലാതെ ചിലർ ധരിച്ചതുപോലെ പ്രകൃതി നിയമങ്ങൾ ലംഘിക്കുന്നത് മൂലമുള്ള ശിക്ഷയല്ല ഇവിടെ ഉദ്ദേശ്യം. അടുത്ത ആയത്ത് നോക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാതെ അവൻ്റെ മുമ്പിൽ തലകുനിക്കാതെ ആരുണ്ടോ അവൻ നിന്ദ്യനും നികൃഷ്ടനുമാണ്. അള്ളാഹുവിൽ നിന്ന് നിന്ദ്യതയുടെ മുദ്ര അടിക്കപ്പെട്ടിട്ടുള്ളവനെ ഒരു കാലത്തും ഉന്നതിയിലേക്കും മാന്യതയിലേക്കും കൊണ്ടുവരുക ആരാലും സാധ്യമല്ല. നിന്ദ്യതക്കും മാന്യതക്കും പാത്രമാകുന്ന വിഭാഗക്കാർ ആരായിരിക്കുമെന്ന് അടുത്ത ആയത്തുകളിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു.